ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇതുപോലെ 2 ബണ്ണ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരേക്കൊന്ന് കാരമൽ ചെയ്ത് എടുക്കാം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള മോൾഡിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ടിന്ന് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം എന്താ വെച്ചെങ്കിൽ എടുക്കാം കേട്ടോ. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാ വശത്തും ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇതുപോലത്തെ 2 ബണ്ണാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. അതും പാടെ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായി ചേർത്തി കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തി കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂണ് വാനില എസൻസും പാടെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പോളം പാൽ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഇത് നേരത്തെ മാറ്റി വെച്ച കാരമലിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആദ്യം നമുക്ക് എന്താട്ടണം, ഈ കേട്ടിനൊന്ന് അടിച്ചു വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റീം ചെയ്തെടുക്കാൻ. അങ്ങനെ ഒരു 20 to 25 മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അങ്ങനെ ഞാനിത് ഒന്ന് തുറന്നിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് ശേഷം തുറന്നിട്ടൊന്ന് നോക്കുക. നടുവശം ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് നല്ലവണ്ണം തന്നെ തണുത്തതിന് ശേഷം നമുക്ക് സൈഡൊക്കെ ഒന്ന് വിടുവിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് കമിഴ്ത്തി കൊടുക്കാം. കണ്ണുകൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബൺ കാരമൽ പുഡിങ്ങാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ വീട്ടിൽ നമുക്ക് ബണ്ണൊക്കെ ഉള്ള സമയത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.